ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറെ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അല്ല സംഘപുത്രന്മാർ ഇവിടെ പിന്നെ എന്താ പറയാ, ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് അണ്ണാക്കിക്ക് തള്ളി കൊടുക്കുന്ന പരിപാടിയല്ല അല്ലേ? തീർച്ചയായിട്ടും. അതായത് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി, സംഘികളെ അതുപോലെ തന്നെ ചാണകത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ച് കുടിക്കുന്ന സംഘപുത്രന്മാരെ, നിങ്ങൾ ഈ ഒരു കേരളത്തിന്റെ ഈ ഒരു എന്താ പറയാ സ്നേഹത്തിന്റെയും ഹൃദയത്തെ, അതായത് നമ്മളെ പാളൻ ഇമാമാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിലായിരുന്നു, ഈ വർഷം വരുന്നത് റമദാനിലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വരുമ്പോൾ പള്ളി മുറ്റവും പരിസരവും വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല റമദാനിലെ നോമ്പ് തുറക്കുമ്പോൾ വിഭവങ്ങൾ അടക്കം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു മനസ്സിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന വെറുപ്പിന്റെ ആ ഒരു എന്താ പറയുക കച്ചവടക്കാരായിട്ടുള്ള സംഘപുത്രന്മാരെ നിങ്ങൾ എത്രമാത്രം ഈ ഒരു കേരളത്തിന്റെ പുറത്താണെങ്കിലും ശരി, കേരളത്തിൽ അകത്താണെങ്കിലും ശരി, വെറുപ്പിന്റെ രാഷ്ട്രം ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് നിങ്ങൾ പടച്ചുവിടുന്ന ഓരോ സ്റ്റോറികളും ഞങ്ങളത് പൊളിച്ചടക്കിയിരിക്കും. കേരളത്തിന്റെ ഈ ഒരു മതനിരപേക്ഷമായിട്ടുള്ള ഈ മനസ്സിനെ തകർക്കാൻ നിങ്ങളെന്നല്ല, നിങ്ങളുടെ പറ്റൂല. അതുകൊണ്ടാണ് കേരള സ്റ്റോറി റിലീസായ സമയത്ത് ഒരു തിയേറ്ററിൽ ഒരു മനുഷ്യന്മാരില്ല നമ്മൾ. അതെ, കേരളമാണ് കേരളം, മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെയുള്ള കുത്തിത്തിരിപ്പ് സ്റ്റോറികളുമായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ മതസാമുദായിക അല്ലെങ്കിൽ മതസാഹോദര്യത്തിന്റെ നല്ല സന്ദേശങ്ങളുമായിട്ട് കേരളത്തിലെ മനുഷ്യന്മാർ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും. നമ്മളെ നാടിന്റെ ഒരു സാമുദായിക അന്തരീക്ഷം തകർക്കാൻ ഒരു നായ്ക്കും വഴിയില്ല. അത്രേ ഉള്ളൂ. ഒരു നായ്ക്കൊക്കെന്നല്ല, ഒരു സംഘം സൈബർ ആന്റികളിൽ തൊള്ളടിക്കാന്നല്ലാതെ നേരിട്ട് ഇടപാടോടെ നമുക്ക് ഓർമ്മ. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരു മതനിരപേക്ഷ സമൂഹത്തെ തകർക്കാൻ ഏതെങ്കിലും ഒരു സംഘിസത്തിനോ അല്ലെങ്കിൽ വർഗീയവാദികൾക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്കോ ആർക്കും തന്നെ, ഏത് വർഗീയ സംഘടനകളാണല്ലോ ആർക്കും തന്നെ കഴിയില്ല. അപ്പൊ നിങ്ങൾ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള കാപ്പട്യ കഥകളിലല്ല. നമ്മുടെ പള്ളികളാണെങ്കിലും ശരി, അമ്പലങ്ങളാണെങ്കിലും ശരി, ചർച്ചകളാണെങ്കിലും അവര് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന വാതിലുകളാണ് യഥാർത്ഥ കേരളത്തിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞത് അല്ലേ?